നമ്മൾ വീഡിയോ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒന്നും കൂടി സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഒന്നുകൂടിയില്ല, ആദ്യമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എനിക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ പ്രൈവസിയുടെ ലംഘനമാണോ എന്നറിയില്ല. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ എനിക്ക് ഇതിനെ കട്ട് ചെയ്യണം. ഈ കാണുന്ന ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മുമ്പത്തെ വീഡിയോ. നേരത്തെ റെക്കോർഡ് ചെയ്തൊരു പ്രശ്നമുണ്ടായ സംഭവം, ഇത് നമ്മൾ മുറിച്ചിട്ട് അതിൽ കഷ്ണം എടുത്തിട്ട് എവിടേക്ക് ഇടുന്നു? വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? വീഡിയോ സ്പ്ലിറ്റർ ഞാനുണ്ടാക്കിയ ജാവ ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിനെടുത്തിട്ട് കഴിഞ്ഞാൽ 25 സെക്കൻഡ് വീതം നീളമുള്ള പീസ് ആവും. അതായത് ഒരു 10 MB മാക്സിമം പാടുള്ളൂ ഒരു സ്റ്റാറ്റസ് വീഡിയോയ്ക്ക്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനെടുത്തിട്ട് അത് അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി. അതിലുണ്ട് ഒന്നാമത്തെ കഷ്ണം. പിന്നെ നേരത്തെ റെക്കോർഡ് ചെയ്തൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്, ഈ മയക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 2 വീണ്ടും അപ്പോൾ 1 മണി 0യും 1ഉം കൂടി ഇടാം. നമുക്കൊരു മ്യൂസിക്കിൻ്റെ ഒരു സാമ്പിൾ കേട്ട് നോക്കാം. ചെന്തെങ്ങിൻ 9 സെക്കൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈസ് ഉണ്ട് 7.7 MB ഉള്ളൂ ഇത്. അപ്പോൾ ഇത് കിട്ടാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് രണ്ടും സ്റ്റാറ്റസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? മൈ സ്റ്റാറ്റസിലേക്ക് പോയിട്ട് 0യും 1ഉം ഓക്കെ, ഇത് രണ്ടും ഇടാം. ഫോർ മോർ അബൌട്ട് ദാറ്റ് ലിങ്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ മൂന്നാമത്തെ കൂടി വേണമെങ്കിൽ ഇടാം, ഒരെണ്ണം കൂടി ഇടാം. ഒരു തേർഡ് വൺ ഇട്ടിട്ട് ഫോർ മോർ ലിങ്ക്, ഇതാണ് ആ ലിങ്ക്. ഫോർ മോർ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടത്താം ഈ ഒരു ടെക്നോളജി എന്ന് പറയാം, ഈ ഒരു വർക്ക് ഫ്ലോ വെച്ചിട്ട്. ഇതൊക്കെയും പേര് പ്രൈവസിയുടെ ലംഘനമാണോ? അല്ലല്ലോ. അഭിനവ് സ്റ്റുഡൻറ്റ് സ്റ്റാഫാണ്, ഇത് സ്റ്റാഫാണ്, മുമ്പ് വർക്ക് ചെയ്ത കോളേജിലത്തെ HOD അനീഷ് സാർ. അങ്ങനെ ഇവർ റീസെൻ്റ്ലി കണ്ടു, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റാറ്റസൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. റെക്കോർഡിംഗ് അല്ല ഇതൊക്കെയും. ഇതാ വിൻഡോസ് സാർ ആണിത്. ഇത് സ്റ്റുഡൻസ് രാഹുൽ സാറ്. അപ്പോൾ അവർ ഈദ് ആഘോഷിച്ചു. വിൻഡോസായിട്ടിരിക്കുന്നതാണ്. പാട്ട് വിത്ത് സോങ് ആണ്. അഭിനവ് തകർക്കാണ്. അഭിനവ് വെറൈറ്റി, പിക്ക് ദി ഓഡ് വൺ ഔട്ട് പറഞ്ഞ പോലെ. ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാലാണ് ഒരു സിറ്റുവേഷന് മാച്ച് ആവുക. ഈദ് എന്നൊക്കെയും പറയുമ്പോൾ അറബിക് ഒരു സ്റ്റൈല്. അപ്പം ഇങ്ങനെയാണ് എല്ലാവരും വരേണ്ടത് ശരിക്കും, കോസ്റ്റ്യൂം. അപ്പോൾ അഭിനവ് എപ്പോഴും വേറിട്ട ഒരു ചിന്താഗതിയാണ്. എഞ്ചിനീയറിംഗ് കൊണ്ടായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുക ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ അഭിനവ് അത് ഇപ്പോഴേ സെറ്റായിട്ടുണ്ട്. തെറ്റല്ല, തീരുമാനിച്ചു. നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതിൽ. വാട്ട് എ സർപ്രൈസ്, പ്ലസന്റ് സർപ്രൈസ്. ഇവർ രണ്ടുപേരും സിവിലിൽ ലാബിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഷഹല ആൻഡ് റിഫ. അങ്ങനെ എല്ലാവരെയും മിസ് ചെയ്യുകയാണ്. ഇതിങ്ങനെ പ്രൈവസിയുടെ ലംഘനമാണോ അറിയില്ല. നമ്മൾ സ്റ്റാറ്റസ് മറ്റുള്ളവർ ഇടുന്നത് മതി. നമ്മൾ സാമ്പിൾ ഒരു അവിചാരിതമായി ചെയ്തെന്നുള്ളൂ. മതി, ഓക്കെ, മതി. നമ്മൾ ഓവറാക്കി ചളാക്കണ്ട. വട്ടെ ബ്യൂട്ടി. അതൊരു ഓർമ്മകളൊക്കെ വന്നു. അയ്യോ, ഹാർട്ട് ബീറ്റിങ്ങും കൂടുന്നു. അതുകൊണ്ട് നമുക്ക് വേഗം നിർത്താം. ആൾടെക്സ്.